ഹിന്ദു അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ പല മേഖലയിലും മുൻപന്തിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഹിന്ദു ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ ക്ലീൻ എനർജി, ഹെൽത്ത്, അതിൽ തന്നെ കേരളം ഏറ്റവും ടോപ്പിൽ 72 കോമ്പോസിറ്റ് 75 എന്നുള്ള കോമ്പോസിറ്റ് സ്കോർ നേടി കേരളം മുൻനിരയിൽ നിൽക്കുന്നു. പോവർട്ടി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ മുൻനിരയിൽ വരുന്നത് തമിഴ്നാടാണ്. അപ്പം നോ ഹങ്കർ കേരള മുൻനിരയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, വീണ്ടും കേരളം മുൻനിരയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജെൻഡർ ഇക്വാലിറ്റി ഛത്തീസ്ഗഡ് മുൻനിരയിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഹിമാചൽ പ്രദേശ് മുൻനിരയിലുണ്ട്. ഇൻഡസ്ട്രി ഇന്നോവേഷനിൽ ഗുജറാത്ത് ആണ്. റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റിയിൽ മേഘാലയ, ക്ലൈമറ്റ് ആക്ഷനിൽ ഒഡീസ, ലൈഫ് ബിലോ വാട്ടർ ഒഡീസ, ലൈഫ് ഓൺ ലാൻഡ് അരുണാചൽ പ്രദേശ്, അതുപോലെ റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി മേഘാലയയാണ് മുൻനിരയിൽ. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഉത്തരാഖണ്ഡാണ് മുൻനിരയിൽ നിൽക്കുന്നത്. സെഡീഷൻ ചാർജസിനെതിരെ ജേർണലിസ്റ്റുകൾക്ക് പ്രൊട്ടക്ഷൻ വേണം. സുപ്രീം കോടതി കോഷ്യസ് കേസ് അഗെയിൻസ്റ്റ് വിനോദ് ദുവ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള ആ കേസിൽ അദ്ദേഹത്തിനെതിരെ സെഡീഷൻ ചാർജസ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഒപ്പോസിഷൻ പാർട്ടീസ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാൻ പോകുന്നു. പല സംസ്ഥാനങ്ങളിലും സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഫ്രാക്ഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് നടക്കുന്നത്. 1044 മ്യൂക്രോമൈക്കോസിസ് കേസസ് ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി നമ്മൾ കാണുന്നു. സെൻട്രൽ വിസ്ത ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പണികൾ രാജ്പഥിൽ പുരോഗമിക്കുന്ന വാർത്തയും അതിന്റെ ഫോട്ടോയുമാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. ലോക്കൽ പേജുകൾ നമുക്ക് ആവശ്യമില്ല, പേജുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്ന പേജുകൾ, വാർത്തകളാണ് നമ്മൾ അനലൈസ് ചെയ്യുവാൻ പോകുന്നത്. കേരള ബീറ്റ്സ് കർണാടക ഇൻ റേസ് ഫോർ KSRTC. KSRTC എന്ന പേര് കേരളത്തിന് കൊടുക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വളരെ ഒരു ലോങ് ടൈം ലീഗൽ ബാറ്റിലിന് ശേഷം കേരളത്തിന് ആ പേര് ലഭിച്ചിരിക്കുന്നു. മൺസൂൺ കേരളത്തിലെത്തി. മൺസൂൺ അറൈവ്സ് ഇൻ കേരള 2 days ബിഹൈൻഡ് നോർമൽ ഡേറ്റ്. ഒരു പക്ഷേ ഇത്തവണത്തെ പ്രിഡിക്ഷൻ നോക്കുകയാണെങ്കിൽ നോർമൽ ഡേറ്റിന് 2 ദിവസം കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പം ലോക്കൽ ചില വാർത്തകളുണ്ട്, നമുക്ക് അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ അത്രയുള്ള വാർത്തകൾ നമ്മൾ ഒഴിവാക്കുകയാണ്. എഡിറ്റോറിയലിലേക്ക് പോകും. സ്പീഡ് ഓവർ ഒപ്റ്റിക്സ്. The center must act as procurer and allotter of vaccines and leave distribution to states. സെന്റർ വാക്സിൻ പ്രൊക്യൂർ ചെയ്യുകയും അതുപോലെ തന്നെ അത് നൽകുവാൻ സ്റ്റേറ്റ്സിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു ലിബറലൈസ്ഡ് പോളിസി കടന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഹിന്ദു എഡിറ്റോറിയലിലൂടെ ചർച്ച ചെയ്യുന്നത്. 18 മുതൽ 44 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും കൂടി ഹിന്ദു ചർച്ച ചെയ്യുന്നു. ഇന്റർനാഷണൽ അറേഞ്ച്മെന്റ്സ് such as COVAX were premised on India being a large supplier to Africa and several countries around the world with no vaccine development facilities. Now that the government has prevented the Serum Institute of India from honoring its supply commitments, it is unclear if international suppliers would trust India's demand for large supply. The unpredictability in policy also weakens India's ambit of negotiations now that it seems desperate to increase short-term vaccine supply. പലപ്പോഴും നമ്മളുടെ ഒരു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നെഗോഷിയേഷൻ പവറിന് പ്രാധാന്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കുവാൻ പലപ്പോഴും കഴിയും. അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ കോവാക്സ് പലപ്പോഴും പല രാജ്യങ്ങളിലേക്ക് അയച്ചു, എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് അയക്കാൻ ഇപ്പോൾ സാധ്യമാവാത്ത ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അപ്പോ എന്താണെങ്കിലും ഭാരത് ബയോടെക്കും SAIയും ഒക്കെ കൂടുതൽ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഡിജിറ്റൽ ടാക്സ് ടസിൽസ്. The world cannot afford a
tariff war to protect digital sector, which has low tax operations. The United Nations announced and then immediately suspended a whopping 25% tariff rate on over $2 billion imports from 6 countries including India. 2 ബില്യണിൽ കൂടുതലുള്ള ഇമ്പോർട്ട്സിന് 25% ടാക്സ് ഏർപ്പെടുത്തുവാനുള്ള ഒരു നീക്കം അത് ഏർപ്പെടുത്തിയെങ്കിലും അത് വളരെ പെട്ടെന്ന് അത് പിൻവലിക്കുകയുണ്ടായി. ഈ രാജ്യങ്ങള് ഓസ്ട്രിയ, ഇന്ത്യ, ഇറ്റലി, സ്പെയിൻ, ടർക്കി ആൻഡ് UK. Section 301 investigation that found these digital taxes to be discriminatory. അങ്ങനെയാണ് അവർ അതിൽ നിന്ന് മാറുന്നത്. പ്രധാനപ്പെട്ട ലേഖനങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. 30% of PMGKAY recipients yet to get grants for May national പ്രോഗ്രാമിൽ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് ഹിന്ദു കൊടുക്കുന്നത്. ഫെർട്ടിലൈസർ ഇമ്പോർട്ട് സ്കാമിൽ ഒരു RLD രാഷ്ട്രീയ ലോക്ക്ഡൌൺ അവരുടെ ഒരു MP അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത വരുന്നു. CBSE cannot deny students name change on certificates. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, students from changing or correcting their names on board certificates based on a presumption that it would affect administrative efficiency, far removed from social realities and even absurd. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ruled that prohibited students from changing or correcting their names. CBSE റൂള് പേര് ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പൊ കോടതി പറഞ്ഞൊരു കാര്യം, ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് പേപ്പർ വർക്കിലല്ല അവര് ശ്രദ്ധ കൊടുക്കേണ്ടത്, കാരണം അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ജോലി നേടാനും ഒക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് പേരിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 12ാം ക്ലാസ് വിദ്യാർത്ഥികളുമായിട്ട് പ്രൈം മിനിസ്റ്റർ ഇന്ററാക്ട് ചെയ്ത ഒരു വാർത്ത നമ്മൾ കാണുന്നു. ഡിസ്എൻഗേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയുന്നു. ഗ്ലേഷ്യൽ മെൽറ്റ് ക്യാൻ ലീഡ് ടു ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് സോയിൽ ഇറോഷൻ. പിക്ചർ തന്നെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റീജിയണൽ കൊളാബറേഷൻ ആണ്. Black carbon deposits produced by human activity which accelerate the pace of glacier and snow melt in the Himalayan region. ഇപ്പൊ പലപ്പോഴും ഹിമാലയൻ റീജിയണിലെ ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുമലകൾ വളരെ പെട്ടെന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. സെന്റർ ഓർഡേഴ്സ് 30 crore doses from biological E. India vaccine ആണ്. The Union Health Ministry has finalized arrangements with the Hyderabad-based vaccine manufacturer Biologically to reserve 30 crore COVID-19 vaccine doses. In a statement issued on Thursday, Ministry said that these doses would be manufactured and stockpiled by the company from August to December. എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു 1500 കോടി രൂപ അഡ്വാൻസ് പേയ്മെന്റും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ കോയലേഷൻ ഒരു പുതിയ ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒപ്പോണൻസ് അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം ഏതാണ്ട് 12 വർഷത്തോളം അധികാരത്തിലിരുന്ന ലീഡറാണ്. നെതന്യാഹുവുമായിട്ട് അലയൻസിൽ ഉണ്ടായിരുന്നവർ പോലും ഈ പുതിയ അലയൻസിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അലയൻസ് വരുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരും.
ഇന്നലത്തെ പത്രത്തിൽ ശ്രീലങ്കയുടെ വാട്ടേഴ്സിൽ ഓയിൽ സ്പിൽ നടന്നതിനെ കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ആണ്. പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഷോറിൽ വന്ന് അടിഞ്ഞതിന്റെ ചിത്രമാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ പറ്റും. ഉഗ്വാർ എക്സൈൽസ് ഡിസ്ക്രൈബ് ടോർച്ചർ ഇൻ സിൻജിയാങ്. ഉഗ്വാസ് ചൈനയിൽ നിന്ന് ടർക്കിയിലേക്ക് പറഞ്ഞു. അവരെ സംബന്ധിച്ച് ഒരുപാട് ടോർച്ചേഴ്സ് ചൈനീസ് അതോറിറ്റീസിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരവരുടെ ടെസ്റ്റിമോണി പീപ്പിൾസ് ട്രൈബ്യൂണലിന് ലണ്ടനിൽ ഈ ബെയ്ജിങ്ങിന്റെ ആക്ഷന് എത്നിക് ഉഗ്വാസിനെതിരെ ജനോസൈഡിന് എതിരെ പ്രവർത്തിക്കുന്ന അവർക്ക് ഇവര് തെളിവ് നൽകും എന്നുള്ളതാണ് കണക്കിലെടുക്കുന്നത്. ചൈനയ്ക്കെതിരെ US അടക്കമുള്ള രാജ്യങ്ങൾ ഇതൊരു വലിയ മേജർ പ്രശ്നമായിട്ട് ഉയർത്തി കാട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. സ്പോർട്സ് പേജസ് ആണ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അനാലിസിസിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ കയ്യിൽ നിങ്ങൾക്കറിയാം അബ്സല്യൂട്ടിന്റെ അനാലിസിസ്. പലപ്പോഴും നമ്മുടെ അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് എളുപ്പമുള്ള നമ്മുടെ പ്രിന്റഡ് കണ്ടന്റ് ആണ്. ആ പ്രിന്റഡ് കണ്ടന്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ പ്രിന്റഡ് കണ്ടന്റിന്റെ അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്കിത് കാണാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പേജിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചുണ്ട്. ഇന്ത്യ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അത് ക്ലീൻ എനർജിയുമായും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് അർബൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട നില കൈവരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കേരളയാണ് ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതർ എൻഡ് ബീഹാർ, ജാർഖണ്ഡ്, ആസാം ഇതാണ് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ചില ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ളതിൽ മിസോറാമും ഹരിയാനയും ഉണ്ട്. അവരൊക്കെയാണ് ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് ഈ ഒരു കാറ്റഗറി. അപ്പോൾ നീതി ആയോഗ് കീ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒമിറ്റ് ചെയ്തു. യൂസ് ടു മെഷർ ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഇയർ ആൻഡ് ഗിവൺ ഗ്രേറ്റർ വെയിറ്റേജ് ടു സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്റ്റഡ്. ഇൻകത്തേക്ക് കൂടുതൽ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മാർച്ചിൽ വന്ന അസസ്മെന്റിൽ COVID-19 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ദ റീജിയൻ ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് മേ സീ റൈസിംഗ് ഇൻഇക്വാലിറ്റി ഡ്യൂ ടു ദ പാൻഡമിക്. ആളുകൾക്കിടയിൽ വലിയ അന്തരം ഉണ്ടാകുന്നു പാൻഡമിക് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. ത്രസ്റ്റ് ഓൺ സോഷ്യൽ ഇക്വാലിറ്റി 2019 the indicators for inequality included the growth rates for household expenditure per capita among the bottom 40% rural and urban populations. എക്കണോമിക് ഇൻഡിക്കേറ്റർ ഈ വർഷം എടുത്തിരിക്കുന്നത് ലോവസ്റ്റ് ടു വെൽത്ത് കോണ്ടൻസിൽ നിന്നുള്ളതാണ്. അതില് പോപ്പുലേഷനിൽ നിന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. കൺട്രിയുടെ സ്കോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ 10 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. 55 നിൽക്കുക. സ്കോർസ് ഓൺ ഡീസന്റ് വർക്ക് 3 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് 61 നിൽക്കുക. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതിൽ 5 പോയിന്റ് ഡ്രോപ്പ് ഉണ്ടായി. ചില മേഖലകളിൽ അപ്പല്ല ഡ്രോപ്പാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ താഴോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ പേജിൽ തന്നെ ഉണ്ടായിരുന്ന വാർത്ത, ബാക്കിയുള്ള വാർത്തകളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പേജിലുള്ള മറ്റൊരു വാർത്ത ആ വാർത്തയിലേക്കൂടെ നമ്മൾ കിടക്കുന്നു. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഒന്നുകൂടി ഇത് ഓപ്പൺ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 4-ാം തീയതിയിലെ അനാലിസിസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സോഷ്യൽ ഇൻഇക്വാലിറ്റി അടക്കമുള്ള
പ്രശ്നങ്ങൾ, അത് സൃഷ്ടിക്കുന്ന അന്തരം, ഇതൊക്കെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മൂവ് ചെയ്യുന്നില്ല, അതൊരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കാം. കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാങ് ആയിരിക്കുന്നതാണ്. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം, ശരിയാകുമോ എന്ന് നോക്കാം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. അടുത്ത പേജിലെ അടുത്ത വാർത്ത നമ്മൾ കാണാൻ പോകുന്നു. സോ ഈ പേജിലുള്ള പത്മശ്രീ അവാർഡി ആയിട്ടുള്ള വിനോദ് ധ്യുവെ, അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്, അദ്ദേഹത്തിനെതിരെ ഗവൺമെന്റ്, അത് പ്രൈം മിനിസ്റ്റർക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹമാണ് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, ഇറ്റ് ഈസ് റൈറ്റ് ഓഫ് എവറി ജേർണലിസ്റ്റ് ടു ക്രിട്ടിസൈസ് ഈവൻ ബ്രൂട്ടലി the measures of the government with the view of improving or altering them through legal means എന്നുള്ളതാണ്. ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മാധ്യമ പ്രവർത്തകർക്ക് അതിനുള്ള അർഹതയുണ്ട്, അവരുടെ കടമയാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഫ്രീ സ്പീച്ച് ഓഫ് എ ജേർണലിസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ചാർജസ് ഓഫ് സെഡീഷൻ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ സെഡീഷൻ ചാർജസ് അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളത് കൂടി മുൻപോട്ടേക്ക് വെച്ചിരിക്കുന്നു. മാത്രമല്ല, ഇറ്റ് upheld the spirit and intent of the 1962 Kedarnath Singh verdict. അനലൈസ് ചെയ്യുമ്പോൾ കേദാർനാഥ്, ഇത് നമുക്ക് GS2 പൊളിറ്റിയിൽ വരുന്നതാണ്. കേദാർനാഥ് സിംഗ് കേസിൽ കമന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവിടെ ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇതിനുള്ള ഒരു ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും ആളുകൾക്ക് സാധിക്കും, ജേർണലിസ്റ്റുകൾക്ക് സാധിക്കും. Commenting in strong terms upon the measures or act of government or its agencies so is to ameliorate the condition of the people to secure the cancellation or alteration of the acts or measures by lawful means without exciting those feelings of enmity and disloyalty which imply excitement to public disorder or the use of violence is not a sedition. Sedition അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേദാർനാഥ് സിംഗ് ജഡ്ജ്മെന്റ് പ്രകാരം എല്ലാ പത്രപ്രവർത്തകർക്കും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. PMGKAY അവർക്ക് ഇതുവരെ ഗ്രെയിൻസ് കിട്ടിയിട്ടില്ല 30% ആളുകൾക്ക്. സെൻട്രൽ സ്കീമാണ്. അപ്പൊ സ്കീം പ്രകാരം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരമുള്ള ഫുഡ് ഗ്രെയിൻസ് 30% ആളുകൾക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നാഷണൽ വൈഡ് കവറേജ് ഗ്യാപ്പ് ഉണ്ട്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഗവൺമെന്റ് കണ്ടെത്തേണ്ടതുണ്ട് എന്നുകൂടി ഹിന്ദു ഓർമ്മിപ്പിക്കുന്നു. MGNREGA വേജ് ബെനിഫിറ്റ്, അതിനെക്കുറിച്ച് അവിടെ അഡ്വൈസ്ഡ് സ്പ്ലിറ്റ്. നമുക്കറിയാം MGNREGAയിൽ SC/ST കാറ്റഗറിയെ കൂടി എത്ര പേർ അതിലുണ്ട് എന്നുള്ളത് കാണിക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുക. അപ്പോ ഇതിനെതിരെ 2 വ്യൂസ് ഉണ്ട്. ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം, ഇത് വേജ് പേയ്മെന്റ് ഡിലേ ആക്കുക മാത്രമല്ല ബെനിഫിഷ്യറീസിന് പെട്ടെന്ന് കിട്ടാൻ സഹായകരമാകും. അതുപോലെ there was no plan to focus MGNREGA only on districts with high SC and ST population. ഇത്തരം ജില്ലകളിലേക്ക് മാത്രമല്ല ഇത് മാറ്റേണ്ടത്, മറിച്ച് എല്ലായിടത്തേക്കും മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി ഗവൺമെന്റ് പറയുന്നു. സർവീസസ് എക്സ്പോർട്സ് റോസ് ബൈ 6.4% ഇൻ മെയ്. ജനറൽ സ്റ്റഡീസ് 3-ലുള്ളതാണ്, ഇക്കണോമിയിലുള്ളതാണ്. ഇന്ത്യയുടെ സർവീസസ് എക്സ്പോർട്ട് ഏതാണ്ട് 6.44% വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ 17.85 ബില്യണിൽ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ എക്കണോമിയുടെ പ്രത്യേകത, അത് ടേഴ്സറി സെക്ടറിൽ നിന്നാണ്, അല്ലെ സർവീസ് സെക്ടറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. എക്സ്പോർട്ടും ആ മേഖലയിൽ നിന്ന് തന്നെയാണ്.
Petroleum and gems and jewelry export had been doing badly earlier. They had contributed significant to May numbers. Services 15.4% surplus last year same month. കൺട്രിയുടെ ട്രേഡ് വിത്ത് ചൈന ഏതാണ്ട് ബാലൻസ്ഡ് ആയിട്ട് പോവാണ് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ആത്മനിർഭർ ഭാരതിലേക്കൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോയി. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട് കമ്പനികൾക്ക്. ഇവിടെ മൊബൈൽ ഫോണൊക്കെ നിർമ്മിക്കുമ്പോൾ ഗവൺമെന്റ് അവർക്ക് ഒരുപാട് ഇൻസെന്റീവ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നടപടിക്രമം. ജോബ് കട്ട് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എക്കണോമിയിൽ നിന്നുള്ളൊരു വാർത്ത GS3-യിലുള്ളത്. സർവീസസ് PMI shrinks. സോ ജോബ് കട്ടിൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ആണ് PMI എന്ന് ഉദ്ദേശിക്കുന്നത്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. പർച്ചേസിംഗ് പവർ പാരിറ്റി പലരുടെയും കുറയുന്നു. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് നിക്കി ആണ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ CSO ആണ്, സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നു. 10 സ്ട്രോങ് പോളിസീസ് വരികയാണ് ബ്ലാക്ക് കാർബണുമായി ബന്ധപ്പെട്ട്. ഗ്ലേഷ്യർ മെൽറ്റിന് കാരണമാകുന്നുണ്ട്. അത് കണക്കിലെടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യണം, അവയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളൊരു തലത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയാസ്, ക്ലൈമറ്റ് ചേഞ്ച്, ബ്ലാക്ക് കാർബൺ ആൻഡ് റീജിയണൽ റീസൈലൻസ് എന്നുള്ള ആ ഒരു റിപ്പോർട്ടിൽ ഇത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് ബ്ലാക്ക് കാർബൺ? ബ്ലാക്ക് കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ലിവ്ഡ് പൊല്യൂറ്റന്റ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പൊല്യൂഷനിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് വലിയൊരു പൊല്യൂറ്റന്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് കാർബൺ സൂദ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് പ്ലാനറ്റിന്റെ വാർമിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ പോലെയല്ല ബ്ലാക്ക് കാർബൺ, അത് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. മാത്രമല്ല അറ്റ്മോസ്ഫിയറിൽ നിന്നും എലിമിനേറ്റഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇഫ് എമിഷൻ സ്റ്റോപ്പ്. അതുപോലെ എമിഷൻ നിന്നാൽ അത് അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറും. അപ്പോ ലോക്കലൈസ്ഡ് സോഴ്സസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ ലോക്കലൈസ്ഡ് ഇമ്പാക്റ്റും ഉണ്ട്. അപ്പൊ അതിനെ നേരിടാനുള്ള പോളിസി ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. ഇത് ഗ്ലേഷ്യർ മെൽറ്റിങ്ങിനും മറ്റുമൊക്കെ കാരണമാകുന്നതുകൊണ്ട്. ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നത് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും? അത് വിന്ററില് ചൂട് കൂടാൻ ഇടയാവും. ടിബറ്റൻ പ്ലേറ്റോയിൽ അതിന്റെ അനുകരണങ്ങൾ ഉണ്ടാവും, അനുരണനങ്ങൾ ഉണ്ടാവും. അപ്പം സ്ലോ ഗ്ലേഷ്യൽ മെൽറ്റിംഗ് അത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. നാസ 2 ന്യൂ മിഷൻസ് വീനസ് അനൗൺസ് ചെയ്തിരിക്കുന്നു. GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു കാര്യം. ഈ മിഷൻ കേരള, നമ്മളെ ഇവിടുത്തെ മിഷൻസിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കേരള retained its position at the top of the rankings in the third edition of the index with a score of 75. നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്താണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇപ്പൊ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടതാണ്. വീണ്ടും അപ്പായി വന്നു, നമ്മുടെ വായിക്കേണ്ടി വന്നത്. അടുത്തൊരു എഡിറ്റോറിയൽ അനാലിസിസ് ഈ ഡിജിറ്റൽ ടാക്സ് ടെസൽസിനെ കുറിച്ചുള്ള. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2 ബില്യണ് മേലെയുള്ള ഇമ്പോർട്ട്സിന് 25% ടാക്സ് അവര് ഏർപ്പെടുത്തുകയാണ് അമേരിക്ക. ഈ താരിഫ്സ് ഈ 6 എക്കോണമിക്സിന് അത് വലിയൊരു ദോഷകരമാണ്. കാര്യം COVID-19 റിക്കവറിക്ക് അവർ ശ്രമിക്കുമ്പോഴാണ് അവർക്കൊരു ബ്ലോ ആയിട്ട് ഈ അഡീഷണൽ ടാക്സേഷൻ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം വന്നത്. എന്താണെങ്കിലും അമേരിക്ക തൽക്കാലം അതിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കിവിടെ ഡിജിറ്റൽ ടാക്സ് എന്ന് പറയുന്ന 2%. അപ്പോ അതും ഒരു 2 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കൻസ് ഒക്കെ കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടാക്സേഷൻസ് അത് ഇന്റർനാഷണൽ ട്രേഡിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും.
റൂറൽ ഹെൽത്ത് കെയർ നീഡ്സിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. മ്യൂക്കോമൈക്കോസിസ് അത് വർദ്ധിച്ചു വരുന്നു. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹരിയാന മോഡൽ അവർ അവിടെ നടപ്പിലാക്കി വിജയിച്ച സ്കീംസ് ഉണ്ട്. അവിടെയെല്ലാം അവര് ഇമ്പോർട്ടൻസോട് കൂടി ഈ ഒരു ലോഞ്ചിങ് ഹെൽത്ത് ഫെസിലിറ്റീസ് അടക്കമുള്ള ലോഞ്ചിങ്ങും മറ്റുമൊക്കെ അവര് കൊണ്ടുവരികയുണ്ടായി. വേൾഡ് മെറ്റേഴ്സ് ഇൻഫോ ഇന്ത്യയിലെ 139 കോടി ജനങ്ങളിൽ 91 കോടി ആളുകളും വില്ലേജുകളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി PHSEs വേണം. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലായിട്ട് നിലവിൽ വരേണ്ടതുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി റൂൾ എ കേസ് ഓഫ് ഓവർ റീച്ച് എന്നുള്ളൊരു വാർത്തയാണ്. ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. Every provision of new IT rules is ultra violates the Constitution and Parent IT Act of 2000. Rules only make superficial attempts at balancing privacy and security interest. The government already has huge powers of surveillance. This was recognized even in Justice Sri Krishna Committee report. About draft data protection ലോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും അവര് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഗവൺമെന്റിന് വലിയ പവർ ഉണ്ട്. ഇനിയും ഒരുപാട് പവറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. നാസയുടെ ന്യൂ 2 മിഷൻ ഡാവിഞ്ചി വെറിറ്റാസ് അതെന്താണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്? വീനസ് സ്റ്റഡി ചെയ്യും. നോഡൽ മിനിസ്ട്രി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ. സൂദ് എന്നറിയപ്പെടുന്ന എന്താ? ബ്ലാക്ക് കാർബൺ ആണ് സൂദ് എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാലിസിസിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വിജയാശംസ.